Welcome to CSC Kuruvattur. Tech Tips Today. Smart solutions for a digital future. ഇന്ത്യൻ റെയിൽവേയിൽ ഒരു ജോലി അത് നിങ്ങളുടെ ഒരു വലിയ സ്വപ്നമാണോ? എങ്കിൽ ശ്രദ്ധിച്ചു കേൾക്കണം. 2025 ഏറ്റവും വലിയൊരു റിക്രൂട്ട്മെന്റിനെ കുറിച്ചാണ് നമ്മളിന്ന് വിശദമായി അറിയാൻ പോകുന്നത്. നമുക്ക് നേരെ കാര്യത്തിലേക്ക് വരാം. ഈ സംഖ്യ കണ്ടോ, 5810. അത്രയും ബിരുദതല ഒഴിവുകളാണ് ഇന്ത്യൻ റെയിൽവേ നിങ്ങൾക്കായി തുറന്നു തരുന്നത്. ഇതൊരു ചെറിയ അവസരമല്ല, ഒരു സുവർണ അവസരം തന്നെയാണ്. അപ്പോ എന്താണ് ഈ സംഭവം? ഇതൊരു സാധാരണ റിക്രൂട്ട്മെന്റ് അല്ല. റെയിൽവേ റിക്രൂട്ട്മെന്റ് ബോർഡ്, അതായത് RRB, ഔദ്യോഗികമായി പുറത്തിറക്കിയ CEN 06/2025 വിജ്ഞാപനമാണിത്. NTPC തസ്തികകളിലേക്കാണ് നിയമനം. NTPCനെ കേട്ട് പേടിക്കേണ്ട, സിംപിളാണ്. നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറീസ്, അതായത് ഒരുപാട് സാങ്കേതിക പരിജ്ഞാനം ആവശ്യമില്ലാത്ത അഡ്മിനിസ്ട്രേഷൻ, മാനേജ്മെന്റ് പോലുള്ള ജോലികൾ. ശരി, നിങ്ങളുടെ കയ്യിലൊരു ഡിഗ്രി ഉണ്ടെങ്കിൽ റെയിൽവേയിൽ എന്തൊക്കെ തരം റോളുകളാണ് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്? നമുക്കൊന്ന് നോക്കിയാലോ. നോക്കൂ, ഇതൊക്കെയാണ് ചില പ്രധാന തസ്തികകൾ. ട്രാഫിക് അസിസ്റ്റന്റ്, സ്റ്റേഷൻ മാസ്റ്റർ. സ്റ്റേഷൻ മാസ്റ്റർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ഒരു പവറില്ലേ? ട്രെയിനുകളുടെ ഓട്ടമൊക്കെ നിയന്ത്രിക്കുന്ന നിർണായകമായ ഒരു പദവിയാണത്. അതുപോലെ ജൂനിയർ അക്കൗണ്ട് അസിസ്റ്റന്റായി സാമ്പത്തിക കാര്യങ്ങൾ നോക്കാൻ. അങ്ങനെ ഒരുപാട് അവസരങ്ങളാണ് നിങ്ങൾക്കായി കാത്തിരിക്കുന്നത്. ഓക്കെ, അപേക്ഷയൊക്കെ അയക്കുന്നതിനു മുൻപ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഇതിന് നിങ്ങൾ യോഗ്യനാണോ? നമുക്കതൊന്ന് കൃത്യമായി പരിശോധിക്കാം. ഈ ചോദ്യം നിങ്ങൾ സ്വയം ചോദിക്കണം. ഇപ്പോൾ നമ്മൾ പറയാൻ പോകുന്ന യോഗ്യതകളൊക്കെ നിങ്ങൾക്കുണ്ടോ എന്ന് ഉറപ്പുവരുത്തേണ്ടത് അത്യാവശ്യമാണ്. അപ്പോ എന്താണ് വേണ്ടത്? ഒന്നാമത്തെ കാര്യം, അംഗീകൃത സർവകലാശാലയിൽ നിന്നുള്ള ഒരു ഡിഗ്രി. പക്ഷേ ഒരു മിനിറ്റ്, അവിടെ ഒരു ചെറിയ ട്വിസ്റ്റുണ്ട്. ഡിഗ്രി ഉണ്ടായാൽ മാത്രം പോരാ. നിങ്ങളുടെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് November 20, 2025 മുൻപായി കയ്യിൽ കിട്ടിയിരിക്കണം. ആ ഡേറ്റ് വളരെ പ്രധാനപ്പെട്ടതാണ്, മറക്കരുത്. ദയവായി ഈ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പാണ്. ഫൈനൽ ഇയർ എക്സാം എഴുതി റിസൾട്ടിനായി കാത്തിരിക്കുന്നവർക്ക് അപേക്ഷിക്കാൻ സാധിക്കില്ല. നിങ്ങൾ അടുത്ത റിക്രൂട്ട്മെന്റിനായി കാത്തിരിക്കേണ്ടിവരും. കാര്യം വ്യക്തമാണല്ലോ അല്ലേ? ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് യോഗ്യതയുണ്ടെന്ന് ഉറപ്പായല്ലോ. ഇനി അടുത്ത സ്റ്റെപ്പ്, എങ്ങനെ അപേക്ഷിക്കാം? പേടിക്കണ്ട, വളരെ സിമ്പിളാണ്. ഓരോ സ്റ്റെപ്പായി ഞാൻ പറഞ്ഞുതരാം. നോക്കൂ, ആകെ 6 സ്റ്റെപ്പുകളേ ഉള്ളൂ. ആദ്യം ഒഫീഷ്യൽ വെബ്സൈറ്റായ rrbapply.gov.in സന്ദർശിക്കുക. അവിടെ NTPC ഗ്രാജുവേറ്റ് പോസ്റ്റ് സെലക്ട് ചെയ്യണം. പിന്നൊരു അക്കൗണ്ട് ഉണ്ടാക്കുക. അതിനുശേഷം അപേക്ഷാ ഫോം നന്നായി ശ്രദ്ധിച്ച് പൂരിപ്പിക്കുക. ഫീസ് അടയ്ക്കുക. അവസാനം എല്ലാം ഒന്നൂടെ പരിശോധിച്ച് സബ്മിറ്റ് ചെയ്യുക. കഴിഞ്ഞില്ല, അതിന്റെ ഒരു കോപ്പി ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് എടുത്തു വെക്കാൻ മറക്കരുത് കേട്ടോ. ഇനി ഫീസിന്റെ കാര്യം. ജനറൽ, OBC കാറ്റഗറിയിലുള്ളവർക്ക് 500 രൂപയാണ് ഫീസ്. അതേസമയം SC, ST, EWS, സ്ത്രീകൾ, ന്യൂനപക്ഷങ്ങൾ, ഭിന്നശേഷിക്കാർ, വിമുക്ത ഭടന്മാർ ഇവർക്കെല്ലാം 250 രൂപ അടച്ചാൽ മതി. ഫീസ് ഓൺലൈനായിട്ടാണ് അടയ്ക്കേണ്ടത്. ശരി, ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഈ മുഴുവൻ പ്രോസസ്സിലെയും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തെക്കുറിച്ചാണ്. അതെ, സമയം. ഇവിടെ ഒരു ഡെഡ്ലൈൻ ഉണ്ട്. ഈ 2 ഡേറ്റുകൾ ദയവായി എവിടെയെങ്കിലും എഴുതിവെച്ചോളൂ, അല്ലെങ്കിൽ ഫോണിൽ ഒരു റിമൈൻഡർ ഇട്ടോളൂ. അപേക്ഷ തുടങ്ങുന്നത് October 21, 2025 അവസാനിക്കുന്നത് November 20, 2025. വെറും ഒരു മാസത്തെ സമയമേ ഉള്ളൂ. അവസാന നിമിഷത്തേക്ക് വെക്കരുത്. ചിലപ്പോൾ വെബ്സൈറ്റ് ഹാങ് ആവാം. അതുകൊണ്ട് നേരത്തെ തന്നെ അപേക്ഷിച്ചേക്കുക. അപ്പോൾ ഇന്ത്യൻ റെയിൽവേയിലെ നിങ്ങളുടെ കരിയർ ഒരുപക്ഷെ ഈ ഒരൊറ്റ അപേക്ഷയുടെ മാത്രം ദൂരത്തിലായിരിക്കാം. ആ ആദ്യത്തെ ചുവടുവെക്കാൻ നിങ്ങൾ തയ്യാറാണോ? ഈ സുവർണാവസരം നഷ്ടപ്പെടുത്തരുത്. ഇപ്പോൾ തന്നെ വെബ്സൈറ്റ് സന്ദർശിച്ച് കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കൂ. തയ്യാറെടുപ്പുകൾ തുടങ്ങൂ.